BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സംസ്ഥാനത്തിന് എല്ലാ വ്യവസായ പാർക്കുകളിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലും മാലിന്യ പുനഃചംക്രമണത്തിന് സ്ഥലം നിർബന്ധമായി ഒരുക്കണം. 2016 ഖരമാലിന്യ പരിപാലന ചട്ടത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും തദ്ദേശ വകുപ്പ് കഴിഞ്ഞ ദിവസം പ്രത്യേക ഉത്തരവായി വീണ്ടും പുറത്തിറക്കി. പ്രത്യേക സാമ്പത്തിക മേഖല, ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ വ്യാവസായിക വികസന മേഖലകൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. ആകെ പ്ലോട്ടിന്റെ 5% അല്ലെങ്കിൽ ചുരുങ്ങിയത് 5 പ്ലോട്ടുകളോ ഷെഡ്യൂളുകളോ മാലിന്യം വീണ്ടെടുക്കലിനും പുനഃചംക്രമണത്തിനുമായി നീക്കിവെക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. പ്ലോട്ടുകളും ഷെഡുകളും ഇല്ലാത്തിടത്ത് ഉടൻ കണ്ടെത്തുകയും നീക്കിവെക്കുകയും വേണം. നിലവിൽ നിർദ്ദേശിച്ചത്ര അളവിൽ സ്ഥലം നീക്കിവെക്കാൻ സ്ഥലപരിമിതി മൂലം സാധിക്കില്ലെങ്കിലും ലഭ്യമായിടത്ത് പദ്ധതി നടപ്പാക്കണം. പൂർണ്ണതോതിൽ സ്ഥലം ഉടൻ കണ്ടെത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് നിയമം നടപ്പാക്കാനുള്ള അധികാരം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വകുപ്പിന് കൈമാറാനും നിർദ്ദേശിച്ചു. 2016 ഖരമാലിന്യ പരിപാലന ചട്ടത്തിൽ വ്യവസായ മേഖലയിലെ റീസൈക്ലിംഗ് സംവിധാനം ഒരുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളിലും നടപ്പാക്കിയിട്ടില്ല. വ്യവസായ പാർക്കുകളിൽ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ വലിയ ബാധ്യതയാവുന്ന സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ ഓമന മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം നിലവിൽ വന്നു. വ്യാഴാഴ്ച പുലർച്ചെ ലാസ അബ്സോ ഇനത്തിൽപ്പെട്ട ലൂക്ക എന്ന നായ്ക്കുട്ടിയാണ് ആദ്യമായി ഖത്തർ എയർവേസിൽ കൊച്ചിയിൽ നിന്ന് ദോഹ വഴി ദുബായിലേക്ക് പറന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ രാജേഷ് കവിത ദമ്പതികളുടെ ഓമനയാണ് ലൂക്ക. ദുബായിൽ ബിസിനസ്സുകാരനാണ് രാജേഷ്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെ ഈ സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക വിമാനത്താവളമായി കൊച്ചി മാറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, വെറ്റിനറി ഡോക്ടർമാർ, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം, മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള അനുമതി മാത്രമേ കൊച്ചിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ രാജ്യങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിൽ കാർഗോ വഴി കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചത്. വിദേശത്തുനിന്ന് ഓമന മൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി അനിമൽ ക്വാറന്റൈൻ കേന്ദ്രം സ്ഥാപിച്ചു വരികയാണ്. സസ്യങ്ങളും ഫലങ്ങളും കൊണ്ടുപോകാനും ഇറക്കുമതി ചെയ്യാനുമുള്ള അനുമതി സിയാലിൽ. ഇതിനായുള്ള പ്ലാന്റ് ക്വാറന്റൈൻ സെന്റർ കാർഗോ വിഭാഗത്തിന് സമീപം പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ മുൻനിര വിമാനത്താവളങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ഏർപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് പറഞ്ഞു. ഫുൾ ബോഡി സ്കാനർ പോലുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ നിലവിൽ വരും. ജീവൻ രക്ഷാ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതിന് സിയാലിന് ഈയിടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം കായലുകളിൽ ഉണ്ടായ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് മരട് മേഖലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മരട് നഗരസഭ. വിഷയം ചൂണ്ടിക്കാണിച്ച നഗരസഭയുടെ കത്ത് അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ K. ബെൻസന് കൈമാറി. ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സനിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റെനി തോമസ്, ബേബി പോൾ, കൌൺസിലർമാരായ ജയ ജോസഫ്, മോളി ഡെന്നി എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ പരിധിയിൽ മത്സ്യക്കുരുതി നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫിഷറീസ്, കുഫോ, CMRFI തുടങ്ങിയ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരെയും മത്സ്യകർഷകരെയും ഉൾപ്പെടുത്തി യോഗം വിളിച്ചുകൂട്ടുകയും സർക്കാർ അനുമതിയോടെ കർഷകർക്കുണ്ടായ നഷ്ടത്തിന്റെ ഒരു വിഹിതം നഗരസഭയ്ക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫിഷറീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മരട് നഗരസഭാ പരിധിയെ ഒഴിവാക്കിയതാണ് കത്ത് നൽകാൻ കാരണം. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകാമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പു നൽകിയതായി നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാളിന് ശാപമോക്ഷമാകുന്നു. BPCLന്റെ സഹകരണത്തോടെ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം ആരംഭിച്ചത്. സെയിലിംഗ് പ്രവൃത്തികളാണ് വെള്ളിയാഴ്ച ആരംഭിച്ചത്. ടൗൺ ഹാൾ വളപ്പിൽ കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങളും നീക്കി തുടങ്ങി. വെജിറ്റേറിയൻ ഭക്ഷണശാലയടക്കം വിപുലമായ നവീകരണമാണ് നടക്കുന്നത്. കലാപരിപാടികൾക്കായി എക്കോരഹിത സിസ്റ്റം ഉൾപ്പെടെ സജ്ജീകരിക്കും. കഴിഞ്ഞ ഓഗസ്റ്റിൽ നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും 10 മാസത്തിന് ശേഷമാണ് ജോലികൾ ആരംഭിക്കുന്നത്. നഗരസഭ ഫോർട്ട് കൊച്ചി മേഖല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം സഹായം നൽകാമെന്ന് BPCL കൊച്ചി റിഫൈനറി ജനറൽ മാനേജർ ജോർജ് തോമസ് മേയറെ അറിയിച്ചിരുന്നു. 4 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK അഷ്റഫ് പറഞ്ഞു.
പാറക്കുളത്ത് വീടിന് തീപിടിച്ച് യുവാവും ഭാര്യയും 2 മക്കളും അടക്കം 4 പേർ മരിച്ചു. തീപിടുത്ത കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അങ്കമാലി ടൗണിൽ നിന്ന് 200 മീറ്ററോളം മാറി പാറക്കുളം റോഡിൽ അയ്യമ്പിളി വീട്ടിൽ ബിനീഷ് കുര്യൻ, ഭാര്യ അനു, മകൻ ജുവാൻ, ജസ്വിൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 4:50ഓടെയാണ് സംഭവം. ഇരുനില വീടിന്റെ മുകൾ നിലയിലായിരുന്ന തീപിടുത്തം. താഴെ മുറിയിൽ കിടന്ന അമ്മ ചിന്നമ്മ മക്കളുടെ കരച്ചിൽ കേട്ട് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും മുറി കത്തിച്ചാമ്പലായി. 4 പേരും അതിദാരുണമായി മരിച്ചിരുന്നു. ബിനീഷ് അങ്കമാലി ടൗണിലെ മലഞ്ചരക്ക് വ്യാപാരിയും ഭാര്യ അനു മുക്കൻ MAGG ആശുപത്രി ജീവനക്കാരിയുമാണ്. സംഭവം അറിഞ്ഞ ജില്ലാ റൂറൽ SP ഡോക്ടർ സക്സേനയും റോജി M. ജോൺ MLAയും സ്ഥലത്തെത്തി. മരണകാരണം വ്യക്തമായിട്ടില്ല. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടമായ ഇൻഫോ പാർക്ക് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് KMRL അടുക്കുന്നു. നിർമ്മാണ കരാർ വൈകാതെ നൽകാനാണ് തീരുമാനം. റൂട്ടിലെ റോഡ് വീതികൂട്ടലും മറ്റും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഇൻഫോ പാർക്ക്, ചിറ്റേത്തുകര, കാക്കനാട്, 5ഓളം സ്റ്റേഷനുകളുടെ പ്രവേശന വഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സ്റ്റേഷൻ പ്രവേശന ഭാഗത്തെ പൈലിംഗ് പൂർത്തീകരിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. മേഖലയിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ വഴിതിരിച്ചുവിടേണ്ട റോഡുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന റോഡ് അടച്ചില്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് സമാന്തര റോഡുകളുടെ പ്രയോജനപ്പെടുന്നത്. വയഡക്ട് നിർമ്മാണം ആരംഭിക്കുന്നതോടെയാകും വഴിതിരിച്ചുവിടൽ തുടങ്ങുക. നിർമ്മാണം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.